അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 22/11/2024 ഖുലിൽ ഹംദുലില്ലാഹ് എന്ന ശീർഷകത്തിൽ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ പ്രഥമ സൂറത്തിൻ്റെ ആരംഭം കുറിച്ച ഒരു ശ്രേഷ്ഠ വചനം. 40-ലധികം ആയത്തുകളിൽ അള്ളാഹു ആ വചനം ആവർത്തിച്ചു പറയുന്നുണ്ട്. മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും ആ വചനങ്ങൾ ഉപയോഗിച്ച് അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുന്നുണ്ട്. അത് ഹംദിൻ്റെ വചനമാണ്. അൽഹംദുലില്ലാഹ്, ഏറെ മഹത്വമുള്ള വചനം. റബ്ബിൻ്റെ പരിപൂർണതയും അവൻ്റെ സ്തുതികളെയും ഉയർത്തിപ്പറഞ്ഞുകൊണ്ടുള്ള ബഹുമാനാദരവുകൾ നിറഞ്ഞ വചനം. ഒരു വിശ്വാസി എല്ലാ സമയത്തും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ സന്താപവേളകളിലും സന്തോഷവേളകളിലും, അവന് ക്ഷേമമുള്ളപ്പോഴും അവന് ക്ഷാമമുള്ളപ്പോഴും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. അള്ളാഹുവേ, നീ ഒഴികെ വേറെ ഇലാഹില്ല, നിനക്കാണ് സർവാധികാരം, നിനക്കാണ് സർവസ്തുതികളും എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ ഉത്തരം ചെയ്യുകയാണ് അവനതിലൂടെ. റബ്ബ് പറഞ്ഞതിനെ വാസ്തവമാക്കുകയാണ്. സദഖ അബ്ദി, എൻ്റെ ദാസൻ പറഞ്ഞത് എത്ര സത്യമാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനൊഴികെ വേറെ ഇലാഹില്ല. ലിയൽ മുൽക്കു വലിയൽ ഹംദ്, എനിക്കാണ് സർവാധികാരവും എനിക്കാണ് സർവസ്തുതിയും. അള്ളാഹുവേ, നിനക്ക് സ്തുതികൾ അർപ്പിക്കുകയാണ്. നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, നീയാണ് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്നത്, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കി ഞങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തന്നു. ആരോഗ്യം കൊണ്ട് ഞങ്ങളെ നീ ആദരിച്ചു, ഞങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി, ഞങ്ങൾക്ക് നല്ല ഒരു ഭരണകൂടത്തെയും നൽകി. നിനക്ക് സ്തുതികൾ അർപ്പിക്കുകയാണ് രക്ഷിതാവേ, നീ തന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും മേലിൽ. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നീ തന്നിട്ടുള്ളത്, എന്തെല്ലാം ഭംഗിയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിൽ നീ പ്രകടമാക്കിയത്, എന്തെല്ലാം മോശമായ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നും നീ ഗോപ്യമാക്കി വെച്ചു, എത്ര പ്രയാസങ്ങളെയാണ് നീ ആയാസകരമാക്കിയത്. ഞങ്ങൾക്ക് വിഷമുള്ള കാര്യങ്ങളെ നീ നീക്കി ഞങ്ങൾക്ക് ആശ്വാസം തന്നു. മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും നിനക്ക് നന്ദി പ്രകടിപ്പിക്കുന്നു, നിനക്ക് സ്തുതികൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, ഒരു വസ്തുവും ഇല്ല അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ച് അവനെ വാഴ്ത്തിപ്പറഞ്ഞിട്ടൊഴികെ. അള്ളാഹുവിൻ്റെ ദാസന്മാർ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുന്നതിൽ നിന്ന് അല്പം പോലും അമാന്തിക്കരുത്. എപ്പോഴും രക്ഷിതാവിന് സ്തുതികൾ അർപ്പിക്കാൻ നമ്മൾ ധൃതി കാണിക്കണം. അള്ളാഹുവിൻ്റെ ബഹുമാനാദരവുകൾ നിറഞ്ഞ മലക്കുകൾ റബ്ബിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. ഹാഫീന മിൻ ഹൗലിൽ അർശി യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. റബ്ബിൻ്റെ അർശിൻ്റെ ചുറ്റുഭാഗവും അവരിങ്ങനെ വലയം വെച്ചുകൊണ്ടിരിക്കും, റബ്ബിന് സ്തുതികൾ അർപ്പിച്ച് രക്ഷിതാവിനെ വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ട്. നബിമാർ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുന്നവരാണ്. അവർ പറയും അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അള്ളാഹുവേ, നിനക്ക് സ്തുതികൾ അർപ്പിക്കുന്നു, നിന്റെ വിശ്വാസി സമൂഹത്തിൽ നിന്നും ഞങ്ങളെ നീ ശ്രേഷ്ഠരാക്കിയില്ലേ, അതിൻ്റെ പേരിൽ നിന്നെ വാഴ്ത്തിപ്പറയുന്നു. ഒരു വിശ്വാസി ഉണർന്നെഴുന്നേറ്റാൽ അവൻ ആദ്യം പറയേണ്ടത് റബ്ബിൻ്റെ സ്തുതികളാണ്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്ന ലീ ബിദിക്രി. അള്ളാഹുവേ, നിനക്ക് സ്തുതികൾ അർപ്പിക്കുന്നു, എൻ്റെ ശരീരത്തിന് നീ ആരോഗ്യം തന്നു, എൻ്റെ ആത്മാവിനെ എന്നിലേക്ക് തന്നെ നീ മടക്കിത്തന്നു, നിന്നെ ഓർക്കാൻ എനിക്ക് നീ അനുവാദം തന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഇത് വസിയത്ത് ചെയ്തതാണ്. നാം ഭക്ഷണം കഴിച്ചാൽ
പാനീയങ്ങൾ കുടിച്ചാൽ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കണം. തിരുനബി പറഞ്ഞു, ഇന്നല്ലാഹ ല യർളാ അനിൽ അബ്ദി അൻ യഅകുലൽ അകല ഫയഹ്മദുഹു അലൈഹ. അള്ളാഹു ഒരു ദാസനിൽ നിന്ന് അവന് ഏറെ ഇഷ്ടപ്പെട്ടതാണ് അവൻ ഭക്ഷണം കഴിച്ചാൽ അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുക. ഔ യശ്റബ അശ്ശർബത ഫയഹ്മദുഹു അലൈഹ, അല്ലെങ്കിൽ അവൻ വെള്ളം കുടിച്ചു, ആ വെള്ളം കുടിച്ചാൽ അവൻ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുക. ഇത് വിശ്വാസി ചെയ്യേണ്ടതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് ഈ ഭക്ഷണം സൗകര്യമൊരുക്കി തന്നത്, നമുക്ക് ആരോഗ്യം തന്നത് അള്ളാഹുവാണ്. എത്ര എത്ര സമ്പന്നർക്ക് അള്ളാഹു ഈ ഭക്ഷണം വിലക്കപ്പെട്ടു, എത്ര ദരിദ്രർക്ക് അള്ളാഹു ഈ ഭക്ഷണം തടയപ്പെട്ടു. നമുക്ക് അവൻ ഔദാര്യമായി തന്നതിൻ്റെ പേരിൽ അവനെ നമ്മൾ സ്തുതികൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഒരു വിശ്വാസി പുതിയ വസ്ത്രം ധരിച്ചാൽ അവൻ പറയണം, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനി, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, നീയാണ് ഇതെനിക്ക് ധരിപ്പിച്ചത്. അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. ഇതിലുള്ള എല്ലാ അനുഗ്രഹവും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇത് നിർമ്മിക്കപ്പെട്ടതിലുള്ള എല്ലാ ഷെറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു, ഇത് നിർമ്മിക്കപ്പെട്ടതിലുള്ള ഷെറിൽ നിന്നും. ഒരു പരീക്ഷിക്കപ്പെട്ടവനെ ഒരു വിശ്വാസി കണ്ടാൽ അള്ളാഹു അവന് നൽകിയ ആരോഗ്യം ഓർത്തുകൊണ്ട് അവൻ രഹസ്യമായി അള്ളാഹുവിനെ സ്തുതിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മൻ റആ മുബ്തലൻ ഫഖാൽ, ഒരു പരീക്ഷിക്കപ്പെട്ടവനെ ഒരാൾ കണ്ടാൽ അവൻ രഹസ്യമായി അവൻ്റെ മനസ്സിൽ പറയട്ടെ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബി, അല്ലാഹുവേ നീ ഈ വ്യക്തിയെ ഇങ്ങനെ പരീക്ഷിച്ചു, എന്നെ നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൽ നിനക്ക് സ്തുതികൾ അർപ്പിക്കുന്നു. വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല, നീ സൃഷ്ടിച്ചവരിൽ നിന്ന് എന്നെ നീ ശ്രേഷ്ഠരാക്കി. ലം യുസിബ്ഹു ദാലിക്കൽ ബലാ, ഈ ദിക്ർ ഒരാൾ പരീക്ഷിക്കപ്പെട്ടവനെ കാണുമ്പോൾ ചൊല്ലിയാൽ ആ പരീക്ഷണം അവന് വരികയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. റബ്ബ് നമുക്ക് നല്ല സന്താനങ്ങളെ തന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു സന്താനങ്ങളെ നമ്മിൽ നിന്നും ചിലപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ട്. അതിനും നാം അള്ളാഹുവിനെ സ്തുതിക്കണം. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇദാ മാത വലദുൽ അബ്ദി ഖാല അല്ലാഹു ലിൽ മലായികതി, ഒരാളുടെ ഒരു സന്താനം മരണപ്പെട്ടു പോയാൽ അള്ളാഹു മലക്കുകളോട് പറയും, ഖബൽതും വലദ അബ്ദി, എൻ്റെ ദാസൻ്റെ മകനെ നിങ്ങൾ പിടിച്ചു. ഖബൽതും സമറത ഫുആദി, അവൻ്റെ കരളിൻ്റെ കഷ്ണത്തെയാണ് നിങ്ങൾ പിടിച്ചത്. മാതാ ഖാല അബ്ദി, അപ്പോൾ എൻ്റെ ആ ദാസൻ എന്താണ് പറഞ്ഞത്? ഫയഖൂലൂൻ, മലക്കുകൾ പറയും, ഹമിദക വസ്തർജഅ, അവൻ്റെ സന്താനം മരണപ്പെട്ടപ്പോഴും നിനക്ക് സ്തുതികൾ അർപ്പിക്കുകയാണ്, നിന്നിലേക്ക് ഇസ്തിർജാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയാണ് ചെയ്തത്. ഫയഖൂലുല്ലാഹ്, അപ്പോൾ അല്ലാഹു തആല പറയും, ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എൻ്റെ ആ ക്ഷമ കൈക്കൊണ്ട ദാസന് സ്വർഗത്തിൽ നിങ്ങൾ വീടെടുക്കുക. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ സ്വർഗീയ ഭവനത്തിന് അവരിടുന്ന പേര് ഹംദിൻ്റെ ഭവനം, സ്തുതിയുടെ ഭവനം എന്നാണ്. സ്തുതി എപ്പോഴും ഉണ്ടാവണം. നമുക്ക് ഏതൊരു അനുഗ്രഹം വന്നോ അതെൻ്റെ റബ്ബ് തന്നതാണ് എന്നതിൽ നാം സ്തുതികൾ അർപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. അവിടുന്ന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അപ്പോൾ പറയും, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്, ഇത് എൻ്റെ റബ്ബ് തന്നതാണ്, റബ്ബിന് ഞാൻ സ്തുതികൾ അർപ്പിക്കുകയാണ്. അവൻ്റെ അനുഗ്രഹം കൊണ്ടിട്ടാണ് സൽക്കർമ്മങ്ങൾ പൂർത്തിയാകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് അനിഷ്ടമായതൊന്ന് കണ്ടാലോ അപ്പോഴും പറയും, അൽഹംദുലില്ലാഹില്ലദീ അലാ കുല്ലി ഹാൽ, അള്ളാഹുവിനെ ഞാൻ എല്ലാ അവസരത്തിലും സ്തുതിക്കുകയാണ്. നാം അള്ളാഹുവിന്
സ്തുതികൾ അർപ്പിക്കുന്നവരാകണം എപ്പോഴും. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എപ്പോഴും ഓർക്കണം. അതിൻ്റെ പേരിൽ നാം സന്തോഷം പ്രകടിപ്പിക്കണം. അപ്പോൾ അല്ലാഹു തആല ആ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് അവൻ നമ്മളോട് കരാർ ചെയ്തിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നക്കും. നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വർധനവ് നൽകിക്കൊണ്ടേയിരിക്കും. റബ്ബിന് സ്തുതികൾ അർപ്പിക്കുമ്പോൾ അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കും. നമ്മുടെ ഹസനാത്തുകൾ, നന്മകൾ ഇരട്ടിയാകും. നമ്മുടെ മീസാനിൻ്റെ, തുലാസിൻ്റെ തട്ട് ഭാരമുള്ളതാകും. തിരുനബി പറഞ്ഞു, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ എന്ന വചനം അത് തുലാസിനെ നിറക്കുന്നതാണ്. അത് ഏറെ മഹത്വമുള്ള ശ്രേഷ്ഠമേറിയ വചനമാണ്. അതിന് ലഭിക്കുന്ന പ്രതിഫലം നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത അത്ര വലുതാണ്. നാം എപ്പോഴും അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കണം. ആ സ്തുതികൾ അർപ്പിക്കുന്നവർ അന്ത്യനാളിലും വിജയികളാകും. ഹദീസിൽ കാണാം, ഇന്ന അഫ്ളല ഇബാദില്ലാഹി യൗമുൽ ഖിയാമത്തി അൽ ഹമ്മാദൂൻ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അന്ത്യനാളിൽ ഹമ്മാദൂൻ, അള്ളാഹുവിന് കൂടുതൽ കൂടുതൽ സ്തുതികൾ അർപ്പിക്കുന്നവരാണ്. അവർ മറ്റുള്ളവരുടെക്കാളൊക്കെ മുമ്പേ സ്വർഗത്തിലേക്ക് മുൻകടന്നു ചെല്ലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവ്വലു മൻ യുദ്ആ ഇലൽ ജന്നത്തി അൽ ഹമ്മാദൂൻ. സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നവർ ഹമ്മാദീങ്ങൾ, സ്തുതികൾ അർപ്പിക്കുന്നവരാണ്. അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ. അവരുടെ സന്തോഷവേളകളിലും വിഷമവേളകളിലുമൊക്കെ അവർ അള്ളാഹുവിനെ സ്തുതിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്തുതികൾ അർപ്പിക്കുന്നവരിൽ നമ്മളെ ചേർക്കട്ടെ. തിരുനബി പറയുകയാണ്, അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ. ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അൽഹംദുലില്ലാ എന്നതാണ്. അൽഹംദുലില്ലാഹി അദദ മാ ഖലഖ്. അല്ലാഹുവേ, നീ സൃഷ്ടിച്ച എണ്ണങ്ങളോട് അനുസരിച്ച് ഞാൻ സ്തുതികൾ അർപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി മിൽഅ മാ ഖലഖ്. നീ സൃഷ്ടിച്ചത് മുഴുവനും നിറയെ സ്തുതികൾ അർപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി അദദ മാ ഫിസ് സമാവാതി വൽ അർദ്. ഭൂമിയിലും ആകാശങ്ങളിലും ഉള്ള എണ്ണങ്ങളുടെ അത്ര സ്തുതികൾ അർപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി മിൽഅ മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമികളിലും ഉള്ളത് നിറയെ സ്തുതികൾ അർപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി അദദ മാ അഹ്സാ കിതാബുഹു. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ക്ലിപ്തപ്പെടുത്തിയ എണ്ണം അനുസരിച്ച് സ്തുതികൾ അർപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി മിൽഅ മാ അഹ്സാ കിതാബുഹു. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ക്ലിപ്തപ്പെടുത്തിയത് നിറയെ സ്തുതികൾ അർപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി അദദ കുല്ലി ഷൈ. എല്ലാ വസ്തുക്കളുടെയും എണ്ണം അനുസരിച്ച് സ്തുതികൾ അർപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി മിൽഅ കുല്ലി ഷൈ. എല്ലാ വസ്തുക്കളോടും നിറയെ സ്തുതികൾ അർപ്പിക്കുന്നു. റബ്ബിന് സ്തുതിക്കുന്ന നാവും മനസ്സും നമുക്കെപ്പോഴും ഉണ്ടാകണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്തുതിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.